അടുത്ത ടോപ്പിക്ക് ഷെവറൽ ഫേസ് ആണ്. ഷെവറൽ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത പറയുന്നത് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്റ്റൻസ് ആണ്. 14 to 15 Kയിൽ അവർ സൂപ്പർ കണ്ടക്റ്റൻസ് കാണിക്കുന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രത്യേകത. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി ഇലക്ട്രിക്കൽ മാഗ്നറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെയാണ് പ്രത്യേകത ഉള്ളത്. ഇനി ഇതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് MO6X8 ഒരു ഫോർമുലയാണ്. അതിൽ M എന്ന് പറയുന്നത് മോണോവാലൻ്റ് ആവാം, ഡൈവാലൻ്റ് ആവാം, ട്രൈവാലൻ്റ് ആവാം. X എന്ന് പറയുന്നത് 0 to 4 ആവാം, അതായത് M2 M1 M2 M3 M4 വരെ MXൻ്റെ ഫോർമുല. ഇനി ക്യാപിറ്റൽ ലെറ്റർ X പറയുകയാണെങ്കിൽ ഒരു ചാൽക്കോജിനൈഡ് ആനയോൺ, അതായത് സാധാരണയായിട്ട് സൾഫർ, സെലീനിയം, ടെലൂറിയം. ചാൽക്കോജൻ എന്ന് പറയുന്ന ഓക്സിജൻ സൾഫർ ആ ഗ്രൂപ്പിലാണ്. അതിൽ സൾഫർ, സെലീനിയം, ടെലൂറിയം ആണ് കൂടുതലായിട്ടുള്ളത്. അതിനെ എന്താ പറയുക, അതാണ് സാധാരണയായിട്ട് എക്സ് ഉണ്ടാവുക. പിന്നെ അല്ലെങ്കിൽ ഒരു ഹാലജൻ അല്ലെങ്കിൽ ഓക്സിജൻ അയണയോണും വരാം. ഇനി മെയിനായിട്ട് നമ്മൾ ഇവിടെ മോളിബിഡനത്തിൻ്റെ വലിയ വലിയ കോമ്പൗണ്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. മോളിബിഡനം 6 ഉണ്ടായിരിക്കും എന്തായാലും. M എത്ര വേണമെങ്കിൽ ആവാം. X ചാൽക്കോജന് 8 ആയിരിക്കും. മോളിബിഡനം എപ്പോഴും 6 ആയിരിക്കും. അപ്പോൾ എത്രയാണ് പ്രത്യേകത ഉള്ളത്. ഇനി MOനെ ചില സമയത്ത് വേറെ കുറേ ട്രാൻസിഷൻ മെറ്റൽസ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. NB, TA, RE, നിയോബിഡിനം, റീനിയം, ടങ്സ്റ്റൺ, അതൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് MX MO6X8. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് MO6 വരുന്ന ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ MO6 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവരുടെ MO തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ടൈറ്റ്ലി പാക്കഡ് ആയിരിക്കും. MO ഡിസ്റ്റൻസ് 2.67 to 2.78 ആൻസത്തിൻ്റെ ഇടയിലായിരിക്കും വരിക. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഒരു ഒക്ടാഹെഡ്രൻ്റെ ഫേസുകളായിട്ടാണ് നമ്മുടെ മോളിബിഡനം നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് നമ്മുടെ സൾഫറും മോളിബിഡനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ക്യൂബ് പോലെയാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് മോളിബിഡനത്തിൻ്റെ ഒക്ടാഹെഡ്രൺ, അതിന് ചുറ്റും സൾഫർ ആറ്റത്തിൻ്റെ ഒരു ക്യൂബ് പോലെ, അതായത് MO6 ഒക്ടാഹെഡ്രൻ്റെ പുറത്ത് S8 ക്യൂബ് ഉള്ള പോലെ അതിൻ്റെയും പുറത്ത് നമ്മുടെ മറ്റേ മെറ്റൽ വരുന്നതാണ്. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ PbMO6S8 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കാമെന്ന് വിചാരിക്കുക. അത് 13.3 കെൽവിനേക്കാളും താഴെ സൂപ്പർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മോളിബിഡനം ഒക്ടാഹെഡ്രൽ ക്ലസ്റ്റർ ഓഫ് മോളിബിഡനത്തിന് ചുറ്റും ക്യൂബിക് ക്ലസ്റ്റർ ഓഫ് സൾഫർ ആറ്റം ചുറ്റി നിൽക്കുകയാണ്. അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ലെഡ് PbMO6S8 ആണ് എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെയും പുറത്തായിട്ട് നമ്മുടെ PB വരികയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. ഇങ്ങനെയൊരു സ്ട്രക്ചറാണ് ഇതിലുണ്ടാവുക. അതിൽ റെഡ് കളർ നമ്മൾ മോളിബിഡനാക്കാണ്, വയലറ്റ് കളറ് സൾഫറാക്കാണ്, പുറത്തുള്ളത് ലെഡാക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അത് മൂന്നും കൂടെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ മോളിക്യൂളിനെ കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു മോളിബിഡനത്തിന് ചുറ്റും സൾഫർ ആറ്റം ഉണ്ട്, അതിന് ചുറ്റും ലെഡ് വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ക്യൂബായിട്ട് നമ്മൾ വിചാരിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ക്യൂബായിട്ടുള്ള MO6S8 ക്യൂബ് അത് നമ്മൾ PB ലാറ്റിസിന് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സൾഫർ നെഗറ്റീവിൽ ചാർജാണല്ലോ സൾഫറുകളുടെ ഇടയിൽ നെഗറ്റീവ് ചാർജുകളുടെ ഒരു റിപ്പൾഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്യൂബ് അടുത്ത ക്യൂബ് തമ്മിലുള്ളൊരു എക്സ്പെൽഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് PB ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി PBക്ക് പകരം നമ്മൾ കുറച്ചും കൂടി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ EU2+, യൂറോപ്യം, അതുപോലെ ഏതെങ്കിലും ഒരു മെറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഓൾറെഡി റിപ്പൾഷനായിട്ട് നെഗറ്റീവ് ചാർജ് റിപ്പൾഷൻ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലായിട്ട് നമ്മൾ PBനെ റീപ്ലേസ് ചെയ്യുകയാണ്. ആ സമയത്ത് സംഭവിക്കും കുറച്ചും കൂടെ റിപ്പൾഷൻ കൂടും. അങ്ങനെ ചാർജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ ആംഗിൾ മാറും. അങ്ങനെ നമുക്ക് അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, സൂപ്പർ കണ്ടക്ടിവിറ്റി. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കുറേ മെറ്റൽസ് നമ്മൾ മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും അതനുസരിച്ചിട്ട് മാറാൻ പറ്റും. അപ്പോൾ അതാണ് ഷെവറൽ ഫേസ്
ഒരു എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ എക്സാമ്പിൾ പഠിക്കാൻ ജനറൽ ഫോർമുല ഏതൊക്കെ ആറ്റംസാണ്, അത് ആകെ കുറച്ച് ആറ്റമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് പഠിക്കണം. ഈ സ്ട്രക്ചറും വരയ്ക്കാം.